സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു, എങ്കിലും കർത്താവ് എന്നെ വിചാരിക്കുന്നു. എളിയവരെയും ദരിദ്രനെയും രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് വേണ്ട, ബാങ്കുകാർക്ക് വേണ്ട, നാട്ടുകാർക്ക് പോലും വേണ്ട, എന്തിന് അയൽക്കൂട്ടക്കാർക്ക് പോലും വേണ്ട. കാരണം ലോൺ ചോദിക്കും. എന്നാൽ എളിയവനെയും ദരിദ്രനെയും വേണ്ടുന്ന ഒരാളുണ്ട്. അത് കർത്താവാണ്, രാജാതി രാജാവാണ്. ബിൽഗേറ്റ്സിനേക്കാൾ പണമുള്ളവൻ, അമേരിക്കയേക്കാൾ പവറുള്ളവൻ, ചൈനയേക്കാൾ ആൾബലമുള്ളവൻ, അവൻ നിങ്ങളെ വിചാരിക്കുന്നു. പക്ഷെ എന്താ പ്രശ്നം? ഇപ്പൊ തന്നെ നോക്കി, രാഷ്ട്രീയക്കാരുടെ പുറകെ നടക്കുന്നു, ബാങ്കിൽ കയറി ഇറങ്ങുന്നു, കടം മേടിക്കാൻ ഓടി നടക്കുന്നു. നിങ്ങൾ പാവപ്പെട്ടവരാണ്, എളിയവരാണ്, ആരും ഞങ്ങളെ സഹായിക്കാനില്ല. നിങ്ങളുടെ അടുത്ത് ചർച്ച ഉണ്ടല്ലോ, ഒന്ന് കയറ്. 10 പ്രാവശ്യം ബാങ്കിൽ പോയില്ലേ, ഒരു പ്രാവശ്യം ഒന്ന് ചർച്ചയിൽ കയറ്. വചനം പറയുന്നത്, നിന്നെ അന്വേഷിക്കുന്ന എല്ലാവരും നിന്നിൽ ആനന്ദിച്ച് സന്തോഷിക്കണം. ദൈവത്തെ ഒന്ന് അന്വേഷിക്കാൻ മനസ്സ് വയ്ക്കുക, സ്ഥിതി മാറും. ഓരോരുത്തരും നിൽക്കേണ്ട സ്ഥലത്ത് നിന്നാൽ അവിടെ അനുഗ്രഹം വരും. ഈ പറഞ്ഞ ആൾക്കാർ നിങ്ങളുടെ പ്രസാദം യാചിക്കുന്ന കണക്ക് നിങ്ങളെ മാറ്റാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിൽ ആശ്രയിക്കുക, മനുഷ്യനെ ആശ്രയിക്കരുത്.